ദേശീയ ഗെയിംസിന്റെ കളരിപ്പയറ്റ് ഉൾപ്പെടുത്തണമെന്ന കേരളത്തിന്റെ ആവശ്യത്തെ കൈയൊഴിഞ്ഞ് കേന്ദ്ര കായിക മന്ത്രാലയം. ഗെയിംസുമായി ബന്ധപ്പെട്ട മത്സരക്രമം നിശ്ചയിക്കുന്നത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനാണെന്നും കായിക മന്ത്രാലയത്തിന് ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുമാണ് കേന്ദ്രത്തിന്റെ മറുപടി. സലീം മാലിക് വിവരങ്ങൾ നൽകും. സലീം, വിശദാംശങ്ങൾ. ദേശീയ ഗെയിംസ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ സംസ്ഥാന കായിക വകുപ്പും കേരള ഒളിമ്പിക് അസോസിയേഷനും രണ്ട് തട്ടിലായി ഉയർത്തിയ വിവാദമായിരുന്നു കളരിപ്പയറ്റ് വിവാദം. ദേശീയ ഗെയിംസിൽ കേരളം വല്ലാതെ പുറകോട്ട് പോയിരുന്നു. അതിന് കാരണം കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്താത്തതാണ്. കളരിപ്പയറ്റ് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കേരളത്തിന്റെ പോയിന്റ് വർദ്ധിക്കുമായിരുന്നു എന്നുള്ളതാണ് ഉയർന്നു വന്ന വിവാദത്തിന്റെ പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിൽ വലിയ നിലയിലുള്ള വാക്പോരുകൾ മന്ത്രിയും കേരള ഒളിമ്പിക് അസോസിയേഷനും തമ്മിൽ നടന്നിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ ദേശീയ ഗെയിംസ് ആരംഭിക്കുന്ന മുൻപ് തന്നെ ദേശീയ കായിക മന്ത്രാലയത്തിന് സംസ്ഥാന സർക്കാർ ഒരു കത്ത് അയച്ചിരുന്നു, കളരിപ്പയറ്റ് ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. ദേശീയ ഗെയിംസ് കഴിഞ്ഞ് അതിനുശേഷം വിവാദങ്ങളും അരങ്ങേറിയതിനു ശേഷമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ആ കത്തിന് മറുപടി ലഭിക്കുന്നത്. തങ്ങളല്ല, കേന്ദ്ര കായിക മന്ത്രാലയമല്ല, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനാണ് ദേശീയ ഗെയിംസിന്റെ മത്സരക്രമങ്ങൾ നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളരിപ്പയറ്റ് ഉൾപ്പെടുത്തണമെന്നുള്ള കത്ത് ഉൾപ്പെടെ അയക്കേണ്ടിയിരുന്നത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആയിരുന്നു എന്നുള്ളത് കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. കേന്ദ്രത്തിന് അതുമായി ബന്ധപ്പെട്ട കായിക മന്ത്രാലയത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുകൂടി പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരേ സമയം ഈ വിഷയത്തിൽ സർക്കാരും ഒപ്പം കേരള ഒളിമ്പിക് അസോസിയേഷനും രണ്ട് തട്ടിലുണ്ടായിരുന്ന രണ്ടുപേരും പ്രതിരോധത്തിലാകുന്ന ഒരു കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം കേരള ഒളിമ്പിക് അസോസിയേഷനും സ്വാഭാവികമായും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനാണ് ഇതിന്റെ മത്സരക്രമം തീരുമാനിക്കുന്നത് എന്ന് അറിയേണ്ടതായിരുന്നു. അവർ ആ വിഷയത്തിൽ ഇടപെടേണ്ടതായിരുന്നു. അത് ഇടപെടലുണ്ടായില്ല. മാത്രമല്ല സംസ്ഥാനത്തെ കായിക മന്ത്രാലയത്തിനും കായിക മന്ത്രിക്കുമൊക്കെ ഇതിന്റെ മത്സരക്രമം നിശ്ചയിക്കുന്നത് ആര് എന്ന് അറിയില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ തർക്കങ്ങൾക്കൊക്കെ ഇടയിൽ കേരളത്തിന്റെ മെഡൽ സാധ്യതയാണ് കുറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം കളരിപ്പയറ്റ് ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും ഇത്തവണത്തെ ഏറ്റവും വളരെ ദയനീയമായ പ്രകടനമായിരുന്നു കേരളം കാഴ്ചവെച്ചത്. അങ്ങനെ ഒരു ദയനീയ പ്രകടനത്തിലേക്ക് പോകില്ലായിരുന്നു. പോയിന്റ് പട്ടികയിൽ ഉൾപ്പെടെ മെച്ചമുണ്ടാവുകയും ചെയ്യുകയായിരുന്നു. ഈ തർക്കത്തിനിടയിൽ നഷ്ടമുണ്ടായത് കേരളത്തിനാണ്. ഓക്കെ, താങ്ക് യു സലീം മാലിക്.